ഭാഗവതം ഒരു സയൻസാണ്. ഭാഗവതത്തിന് ജാതിയില്ല, മതമില്ല, ദേശമില്ല, കാലമില്ല. കലികാലത്തിലെ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം ഭാഗവതമാണ്. ഭാഗവതം ഒരു സയൻസാണ്. ഭാഗവതത്തിന് ജാതിയില്ല, മതമില്ല, ദേശമില്ല, കാലമില്ല. കാലാധിപത്യമായ ഭാഗവതം എങ്ങനെ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് ഉതകുന്നു എന്നുള്ളത് വളരെ അത്ഭുതാവഹമായ കാര്യം. നൈമിഷാരണ്യത്തിലെ യാഗവേദിയിലേക്ക്, യാഗഭൂമിയിലേക്ക് ഹിമാലയ സാനുക്കളിൽ നിന്നും ഇറങ്ങി വന്ന വൈശ്രവസിനെ ശൗനകാദി മഹർഷികൾ അർഘ്യപാദാദികൾ കൊണ്ട് പൂജിച്ചാദരിച്ചു. അദ്ദേഹത്തോട് അവർ ചോദിച്ചു, ത്രേതായുഗത്തിൽ ധർമ്മ സംസ്ഥാപനത്തിനായി ശ്രീരാമചന്ദ്ര ഭഗവാൻ ഉണ്ടായിരുന്നു. ദ്വാപരയുഗത്തിൽ ദുഷ്ടനിഗ്രഹം നടത്തി സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നു. എന്നാൽ കലി വിളയാടുന്ന ഈ കലികാലത്ത്, മനുഷ്യർ തമ്മിൽ കണ്ടാൽ കടിച്ചു കീറിക്കൊല്ലുന്ന ഈ കലികാലത്ത് തിന്മയെ ഉന്മൂലനം ചെയ്ത് നന്മയെ രക്ഷിക്കാൻ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ എന്താണ് അവതാരം മഹർഷി എന്ന് ചോദിച്ചപ്പോൾ വൈശ്രവസ് പറഞ്ഞു, കലികാലത്തിലെ അവതാരമാണ് ഭാഗവതം. ഭാഗവതം വായിക്കുക, ഭാഗവതം കേൾക്കുക. നമ്മൾ സപ്താഹങ്ങളും സത്രങ്ങളും എല്ലാം നടത്തുന്ന അതിനാണ്. ശ്രീപത്മനാഭ അന്തർദേശീയ സത്രസമിതിയുടെ ശ്രീമദ് ഭാഗവത മഹാസത്രം ഡിസംബർ 20 തുടങ്ങി 30 നട്ടാശ്ശേരി സൂര്യകാലടി മനയ്ക്കടുത്തുള്ള ക്രോധവത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുകയാണ്. ആ സത്രത്തിനെ ഒരു മഹാവിജയമാക്കി തീർക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു.